നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളാണ് നമ്മളോടൊപ്പം ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ബീഹാറിനെ കാണാതെ നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തെ കാണാനാകില്ല. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരു മതേതരത്വത്തിൻ്റെ സമ്പൂർണ്ണ വിജയം സാധ്യമാകുന്നില്ല എന്നുള്ള വിഷയത്തെ എങ്ങനെയാണ് സമസ്ത നോക്കിക്കാണുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പഴയ കാലം മുതൽ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും അങ്ങനെ ഇടപെടാറില്ല. പക്ഷേ ഈ ഇന്ത്യയിൽ ജീവിക്കുന്നവരെന്നുള്ള നിലക്ക് ഈ ഇന്ത്യയിലുള്ളവർ മതസംഘടന എന്നുള്ള നിലക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വിലയിരുത്താൻ നമുക്ക് കഴിയും. കോൺഗ്രസ്സിന് ദേശീയ അടിസ്ഥാനത്തിൽ ഉണ്ടായി തീർന്നതായ ഒരു ചെറിയ ഒരു പ്രകടനത്തിലുള്ള ഒരു ജാഗ്രത, ആ ജാഗ്രത കുറഞ്ഞതുകൊണ്ടിട്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതൊരു സത്യമാണ്. അപ്പോൾ ഒന്നും കൂടി ഈ മഹാസഖ്യം വികസിപ്പിച്ചുകൊണ്ടിട്ട് ശക്തമായി പ്രവർത്തിച്ചാൽ ഇന്ത്യയിലെ ഈ മതേതര സ്വഭാവത്തിനെ നമുക്ക് സംരക്ഷിക്കപ്പെടാനും ഇന്ത്യൻ്റെ ഒരു പൈതൃക സ്വഭാവമുണ്ടല്ലോ, ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെട്ടതിൻ്റെ ശേഷം ഇന്ത്യ രാജ്യത്തിനിക്ക് വളരെ നല്ലൊരു ഭരണഘടന, എല്ലാ രാജ്യങ്ങളും പ്രശംസിക്കണ ഒരു ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിനിക്കുള്ളത്. ആ ഭരണഘടന അനുസരിച്ച് അതിൻ്റെ സുഖങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കാരണം ഇവിടെ മതേതരത്വ സ്വഭാവം, പല മതങ്ങളും ഇവിടെ ഉണ്ട്. മതങ്ങൾ തമ്മിലുള്ള വലിയ സംഘർഷങ്ങളൊന്നും നമ്മളെ ഇന്ത്യയിലെവിടെയും അങ്ങനെ അധികമായിട്ടുണ്ടാവാറില്ല. വർഗീയതനെ ഒരു സമൂഹവും പ്രോത്സാഹിപ്പിക്കാതെ ഇപ്പോൾ ഒന്നിപ്പോൾ നടക്കുന്നത് അതാണ്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭരണഘടന വളരെയധികം വ്യക്തമായി പറയുന്ന ഒന്നാണ്. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം. അതിൽ വലിയ പങ്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇന്നുവരെ വഹിച്ചിട്ടുണ്ട്. പിന്നെ വർഗീയതയും തീവ്രതയൊക്കെ എതിർത്തും കൊണ്ടിട്ട് അതിൻ്റെ എതിരിലാണ് ഇന്ന് വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ശബ്ദം ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്വഭാവം ഇവിടെ നമുക്ക് ഇന്ത്യയിൽ നിലനിൽക്കണം. നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ മുസ്ലിം സമുദായത്തിൽ ഉയർന്നു വരുന്ന തീവ്രവാദ പ്രവണത മാറ്റി നിർത്തണം എന്നുള്ളത് സമസ്ത ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ്. അതോടൊപ്പം തന്നെ സമുദായ സംഘടനയാണെങ്കിൽ തന്നെയും മതേതര സ്വഭാവം രാജ്യത്ത് നിലനിൽക്കണം എന്ന് പറയുകയും ചെയ്തു. ഇന്നത്തെ സാഹചര്യത്തിൽ ബീഹാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ബീഹാറിൽ ഇപ്പോൾ ഈ മഹാഗഠബന്ധൻ തോൽക്കാനുള്ളൊരു പ്രധാന കാരണമായി പറയുന്നത് അവിടെ സീമാഞ്ചൽ മേഖലയിൽ AMIM കൂടുതൽ വോട്ട് പിടിച്ചു. മതേതര സംഘടനകളായ കോൺഗ്രസും RJDക്കും ഒക്കെ വോട്ട് കുറഞ്ഞു. അങ്ങനെ ആ മേഖലയിൽ വലിയ നിലയിൽ സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഒരു നറേറ്റീവ്, ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മുസ്ലിം കേന്ദ്രങ്ങളിൽ ഈ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളെ മാത്രം, ഇപ്പം സീമാഞ്ചലിൽ ഇപ്പോൾ AMIM വന്നു, അസമിൽ നമുക്കറിയാവുന്നതുപോലെ AUDF ഉണ്ട്, കശ്മീരിൽ PDPയും നാഷണൽ കോൺഫറൻസും ഉണ്ട്, കേരളത്തിൽ മുസ്ലിം ലീഗുണ്ട്. അപ്പം ഈ മുസ്ലിം ഭൂരിപക്ഷമാകുമ്പോൾ പ്രാദേശിക സ്വഭാവമുള്ള തീവ്ര നിലപാടുകൾ എടുക്കുന്ന മുസ്ലിം സംഘടനകളെ മാത്രമേ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ എന്നുള്ളൊരവസ്ഥ. അപ്പോൾ മതേതര സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിം വോട്ട് നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിം കോസിന് വേണ്ടി അവർ തുടർന്നും നിലനിൽക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുവായി ഉയർന്നു വന്നിട്ടുണ്ട്. ചില മുസ്ലിം സംഘടനകൾ പറയുന്നത് അതല്ല സ്ഥിതി. ഇപ്പോൾ കോൺഗ്രസ് ആണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം സംഘടന.
കോൺഗ്രസ് ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 370 കാര്യത്തിലായാലും ഈ സിറ്റിസൺസ് അമെൻമെന്റിന്റെ കാര്യത്തിലും രാമക്ഷേത്ര നിർമ്മാണത്തിലും ഒക്കെ ഒരു പ്രോ ഹിന്ദുത്വ നിലപാട് എടുത്തു തുടങ്ങുമ്പോഴാണ് ഈ അവിശ്വാസ്യത എന്നതാണ്. ഇങ്ങനെ രണ്ട് നെറേറ്റീവ് ഉണ്ട്, രണ്ട് വിശദീകരണം ഇക്കാര്യത്തിലുണ്ട്. സമസ്ത ഏതിലാണ് വിശ്വസിക്കുന്നത്? ഇവിടെ മുസ്ലിം പേരിൽ അറിയപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഇവിടെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല. തീവ്രവാദം പ്രോത്സാഹിപ്പിക്കണ ഏതെങ്കിലും സംഘടനകൾ ഉണ്ടാവാം. നമ്മളെ കേരളത്തിൽ മുസ്ലിം ലീഗ് മുസ്ലിം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സംഘടനയാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ചരിത്രം ഇതുവരെ നമ്മൾ പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് ഏതെങ്കിലും നിലക്കുള്ള തീവ്രവാദത്തിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവർ തീവ്രതയും വർഗീയതക്കൊക്കെ എതിരിലാണ് അവർ ഇന്നേ വരെ ഇവിടെ നിലകൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒവൈസിൻ്റെ പാർട്ടി മാത്രമല്ല, പല പാർട്ടികളും ഇപ്പോൾ മുസ്ലിം പാർട്ടിയാവുന്ന ഒവൈസിൻ്റെ പാർട്ടി ഒരു മുസ്ലിം എന്നുള്ള പേരിൽ അറിയപ്പെട്ടതുകൊണ്ട് ഒവൈസിൻ്റെ പാർട്ടിനെ പൂർണ്ണമായിട്ടും പിന്താങ്ങണവരോ അവരെ നയത്തിനോടൊന്നും പിന്നെ യോജിപ്പുള്ളവരോ അല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം മതേതരത്വം ഇവിടെ ഉണ്ടാവണം എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടിട്ട് ആ മതത്തിൻ്റെ അനുയായികളെ പ്രത്യേകമായും കൊണ്ട് അവരിൽ തീവ്രത കുത്തിവെച്ചു കൊണ്ടിട്ടോ അല്ലെങ്കിൽ ആ നിലക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ളതായ ഒന്നിനോട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരിക്കലും യോജിപ്പില്ല, അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും. അപ്പോൾ അവിടെ ഒവൈസിൻ്റെ പാർട്ടിക്ക് കുറേ വോട്ടൊക്കെ കിട്ടിയെന്നുള്ളത് ശരിയാണ്. അത് അവർ ശരിക്കും അവിടെ ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, പ്രവർത്തിച്ചിട്ടുണ്ടാവും. ബീഹാറിൽ അവർ പ്രവർത്തിക്കുകയും അവിടുത്തെ മുസ്ലിങ്ങളെ അവരിലേക്ക് ആകർഷിക്കാൻ പറ്റിയതായ പലതും അവരെ പ്രചരണത്തിൽ അവർ ചിലപ്പോൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഒരു ദേശീയ നേതൃത്വം ഇല്ലാതെ പോകുന്നത്? എല്ലായിടത്തും പ്രാദേശിക സെറ്റപ്പുകളാണ്. ഒരു ദേശീയ നിലവാരത്തിൽ ചിന്തിക്കുക, അതിനനുസരിച്ചൊരു വോട്ട് ബാങ്ക് ക്രമപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോഴും മുസ്ലിം സമുദായത്തിന് അന്യമാണ്. അല്ല, മുസ്ലിം എന്നുള്ള പേരിൽ ഒരു ദേശീയ നേതൃത്വത്തിൽ ആയിക്കൊണ്ട് വരുമ്പോഴേ അവിടെ മറ്റു പല തെറ്റിദ്ധാരണകളുണ്ടാവും. അപ്പോൾ മുസ്ലിം എന്നുള്ള പേരിൽ മാത്രമല്ലാതെ ഒരു ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഒന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് നന്നായിരിക്കും. അത് ഇവിടെ മതേതരത്വം ഉള്ള സ്വഭാവമുള്ള പാർട്ടികൾക്ക് എന്താവും ചെയ്യുക, പിന്തുണ കൊടുക്കുകയും ചെയ്യാം. മതേതരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പാർട്ടികൾ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഒരു ദേശീയ അടിസ്ഥാനത്തിലൊരു ന്യൂനപക്ഷ ഒരു പാർട്ടി, അത് മുസ്ലിങ്ങളും അല്ലാത്തവരും നേതൃത്വം നൽകിക്കൊണ്ടിട്ടുള്ളത് ഒരു പാർട്ടി ഉണ്ടായി തീർന്നാൽ കുറേ കൂടി ഈ മതേതര ശക്തികൾക്ക് മതേതര പാർട്ടികൾക്ക് ശക്തി പകരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസ് ഇപ്പോൾ ശിലാന്യാസത്തിന് ശില അയക്കാൻ വേണ്ടി ധൃതി കൂട്ടുന്നു, ഞങ്ങളെ ആ പരിപാടിയിലേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ള പരിദേവനം അതിന്റെ പ്രമുഖ നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നു. ഇപ്പോൾ 370 കാര്യത്തിലാണെങ്കിൽ തന്നെയും ഗുപ്കർ ഡിക്ലറേഷൻ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ പോലും കോൺഗ്രസ് ആ പ്ലാറ്റ്ഫോമിൽ ഇല്ല. കോൺഗ്രസ് ഇങ്ങനെ വൈമുഖ്യം കാണിക്കുന്നതിനെ സമസ്ത എങ്ങനെയാണ്? ഈ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കൽ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല. അതിപ്പോൾ മുസ്ലിങ്ങൾക്കൊക്കെ ഒരു വളരെയധികം ദുഃഖകരമായ വിഷമുണ്ടാക്കിയ ഒരു സംഗതിയാണ്. ഒരു പള്ളി അവിടുന്ന് പൊളിക്കപ്പെടുക, എന്നിട്ടവിടെ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത്. രാമക്ഷേത്രം എന്നുള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു ആരാധനാലയമാണ്, അവർ ആദരിക്കണ ബഹുമാനിക്കപ്പെടുന്ന ഒന്നാണല്ലോ. അപ്പോൾ അതിനോടൊരു ഹിന്ദു എന്നുള്ള നിലക്ക് കോൺഗ്രസ്സിലുള്ള മുസ്ലിങ്ങൾക്ക് അതിനോടുള്ള കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കൾക്ക് അതിനോട് ചിലപ്പോൾ ഒരു അനുഭാവപൂർവ്വമുള്ള ഒരു സമീപനായിരിക്കും ഉണ്ടാവുക. അതാണ് കമൽനാഥും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞല്ലോ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതായിരിക്കും. അതിൽ നമ്മളവരെ കുറ്റം പറയാൻ പാടില്ല ആ നിലക്ക്. കാരണം അവർ പ്രത്യേകിച്ച് ആ ഭാഗത്തൊക്കെ അവരെ ഒരു രാഷ്ട്രീയമായ ഒരു നിലനിൽപ്പിനും ചിലപ്പോൾ അത് ആവശ്യമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹിന്ദു വോട്ടുകൾ കിട്ടണമെങ്കിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കണം എന്ന് കോൺഗ്രസ് നിലപാടെടുക്കുമ്പോൾ അത് അവരുടെ നിലനിൽപ്പിന്റെ വിഷയമായിട്ട് അല്ല, അങ്ങനെയല്ല. ഒരു മൃദു ഹിന്ദുത്വ നിലപാട് എന്നല്ലല്ലോ. പിന്നെ ഈ കോൺഗ്രസ് വെറും ഒരു ഹിന്ദുക്കളെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടന അല്ലല്ലോ.
അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും, അപ്പോൾ ഹിന്ദുക്കളോടും അവർക്ക് ഏതുണ്ടാവും, ഒരു ഹിന്ദുക്കളോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളിലും അവരെ വേദനിപ്പിക്കാത്ത നിലക്കുള്ള, അതോടുകൂടി മറ്റുള്ളവരെയും വേദനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ ബാബരി മസ്ജിദ് അത് പൊളിക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കണം. അത് കോൺഗ്രസ് ആയാലും പ്രതിഷേധിക്കണം, മറ്റുള്ള ഇവിടുത്തെ മതേതര പാർട്ടികളൊക്കെ പ്രതിഷേധിക്കണം. ഇപ്പോൾ സോമനാഥ ക്ഷേത്രത്തിന്റെ ഒരു ശിലാന്യാസത്തിന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രസിഡന്റിനെ അങ്ങോട്ടേക്ക് അയക്കാൻ വിസമ്മതിച്ചിരുന്നു. പക്ഷേ ഇതൊരു ക്ഷേത്രത്തിന്റെ ശിലാന്യാസം മാത്രമല്ല, അങ്ങ് ശരിയാവണം ചൂണ്ടിക്കാണിച്ചതുപോലെ ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ്. അതേക്കുറിച്ചൊരു രാഷ്ട്രീയ നിലപാട് എടുത്തില്ലെങ്കിൽ നമ്മൾ മതേതരത്വം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ കഅബ നമ്മൾ ആദരിക്കണമെന്നാണ്. ആ കഅബത്തിനെ ഏതെങ്കിലും നിലക്കുള്ള ഒരു നിന്ദിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടാവാൻ പാടില്ല. എന്നതുപോലെ ഇതൊരു നിന്ദയാവോന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും കോൺഗ്രസ്സിലുള്ളതായ നേതാക്കന്മാർ, ഹിന്ദു നേതാക്കന്മാരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കമൽനാഥിനെ പോലത്തവരൊക്കെ. അപ്പോൾ അവരെ ആ മതത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് ഇപ്പൊ ഏറ്റവും ഒടുവിൽ CPIM കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യമാകാം എന്നുള്ള. 1964 ആ പാർട്ടി പിറന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസുമായിട്ടൊരു തെരഞ്ഞെടുപ്പ് സഖ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ബംഗാളില്, അസമില്, തമിഴ്നാട്ടില് ഒക്കെ തന്നെയും ഈ സഖ്യം രൂപം കൊണ്ടുവന്നു. ഇപ്പോൾ കേരളം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇടങ്ങളിലും ഈ സഖ്യം വ്യാപിക്കുമെന്ന് വേണം കരുതാൻ. അതിന് നമ്മൾ സ്വാഗതം ചെയ്യണം. ആ ഇതിൻ്റെ തീരുമാനം ഉണ്ടല്ലോ, അതായത് കോൺഗ്രസുമായിട്ട് സഖ്യം ചെയ്തുകൊണ്ടിട്ട് ദേശീയ അടിസ്ഥാനത്തിൽ വലിയൊരു, ഇപ്പോൾ ബീഹാറിലുള്ളത് പോലെ ആ ബീഹാറിലുള്ള ആ മഹാസഖ്യത്തിനെ ദേശീയ അടിസ്ഥാനത്തിൽ എന്താക്കുക, വികസിപ്പിച്ചെടുക്കുക. എന്നിട്ട് ദേശീയ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ ഒരു വലിയൊരു സഖ്യം തിരഞ്ഞെടുപ്പിനെ നേരിടുക, ഈ മതേതര കാഴ്ചപ്പാടോട് കൂടിയിട്ട്. എന്നാൽ ഈ ഇന്ത്യ രാജ്യത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ അതിനകത്തൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ നേതാക്കന്മാരിൽ ഉണ്ടാവുന്ന നല്ല ഗുണങ്ങളൊക്കെ നേതാക്കന്മാരിൽ ഉണ്ടാവും വേണം. അഴിമതി ഉണ്ടാവാൻ പാടില്ല, ഒരു സ്വാർത്ഥത ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ പഴയ കാലത്തുള്ള നേതാക്കന്മാരൊക്കെ അങ്ങനെ ഇരുന്നല്ലോ, ഏത് രാഷ്ട്രീയം അവർക്കൊക്കെ ഒരു സത്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അഴിമതി വളരെയധികം ശ്രദ്ധിച്ചു. പല നേതാക്കന്മാരെ പറ്റി നമ്മളെ കേരളത്തിൽ തന്നെ കേട്ടിട്ടില്ലേ. ഇപ്പോൾ പലരെ ചരിത്രം നമുക്കൊക്കെ അറിയാം. എന്തെങ്കിലും ഒരു ചെറിയ സംഗതി അല്ല വലിയ സംഗതി പറഞ്ഞാലും ഒരു നയാ പൈസ പോലും അതിന് പാരിതോഷികമായിട്ടോ അല്ലെങ്കിൽ മറ്റു നിലക്കോ സ്വീകരിക്കാത്ത നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആ നേതാക്കന്മാർക്കൊക്കെ ജനങ്ങളിലൊരു മതിപ്പും ബഹുമാനമൊക്കെ ഉണ്ടാവും. അവർ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഞാൻ പറഞ്ഞ ഈ ഉയർന്ന സംസ്കാരങ്ങൾ മുഴുവനും കാത്തു സൂക്ഷിച്ച ആളുകളായിരുന്നു. നമ്മൾ ജവഹർലാൽ നെഹ്റു മുതൽ പരിശോധിച്ച് നോക്കിയാൽ. കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ മുസ്ലിം ലീഗുമായിട്ടുള്ള സഹകരണത്തെ എങ്ങനെയാണ് സമസ്ത നോക്കിക്കാണുന്നത്? ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാ ഇന്ത്യൻ്റെ ഏത് സ്റ്റേറ്റുകൾ നോക്കിയാലും ഇന്ന വിഭാഗം എന്ന് ഞാൻ പറയണില്ല, എല്ലാ വിഭാഗത്തു നിന്നും ആവാം, അല്ലെങ്കിൽ ചില വിഭാഗത്തു നിന്നാവാം, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കണമല്ലാത്ത ഒരു സംഭവ വികാസമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരസ്പരം ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള സ്നേഹങ്ങളൊക്കെ എന്താകണം, അകന്നു പോവുകയാണ്. അപ്പോൾ ഈ സ്നേഹങ്ങളൊന്നും അകന്നു പോവാതെ, അപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ചത് ഈ വെൽഫെയർ പാർട്ടിനെ പറ്റി. അപ്പോൾ ആ നിലക്കുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർ ഉള്ള സഖ്യത്തിൽ നമ്മൾ ഇടപെടാറില്ല. ഇതിപ്പോൾ സമസ്തൻ്റെ സഖ്യമല്ലല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിൻ്റെ രാഷ്ട്രീയ നയം അറിയാലോ. അത് ഒരു സംഘടന എന്നുള്ളവർക്ക് പ്രത്യേക ഒരു രാഷ്ട്രീയ നയമില്ല. പിന്നെ സംഘടനയിലുള്ള പലരും പല രാഷ്ട്രീയക്കാരായിരിക്കും. അവർ നാം പറഞ്ഞതുപോലെ അവരെ ഹിതത്തിന് വിടലാണ്. പിന്നെ അതോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്ക് ഉപയോഗിച്ചു കൊണ്ടിട്ട് ആരെയും സമ്മർദ്ദത്തിലാക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതുവരെ മെനക്കെട്ടിട്ടില്ല. അതായത് അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അതിലേക്ക് നമ്മൾ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടോ.
അപ്പോൾ സമസ്തയുള്ള ജമിയത്തുലമയുടെ ആവശ്യങ്ങൾ അത് പരിഹരിക്കപ്പെട്ട അത് പിന്നെ ഇവിടെ എന്താക്കണം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് പിന്നെ അതിൻ്റെതായ സ്വഭാവത്തിൽ അതിനെ പരിഗണിക്കണം. അത് പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മളെ വോട്ട് ബാങ്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരും. അപ്പോൾ സമസ്തയുള്ള ജമിയത്തുലമ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ സഖ്യത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ് ആരായിട്ടൊക്കെ സഖ്യം ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരായിട്ടൊക്കെ സഖ്യം ചെയ്തു, അവരത് സഖ്യം ചെയ്യാൻ പാടില്ല, അത് സഖ്യം ചെയ്ത് ശരിയായി, ഇതിലൊന്നും നമ്മൾ ഇടപെടലില്ല. അത് ഇടപെടുക എന്നുള്ളത് നമ്മളെ നയമല്ല. അപ്പോൾ എന്നതുപോലെ ഇവിടെ ഇപ്പോൾ പലരും പല സഖ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വന്നല്ലോ. എന്നതുപോലെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞത് ഈ വെൽഫെയർ പാർട്ടിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ പിന്നെ മാനിഫെസ്റ്റോ എന്താണ്, അവർക്കുള്ള ഭരണഘടന എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവർ പിന്നെ അവരുമായിട്ടുള്ള ഈ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളെ സഖ്യത്തിലും നമ്മൾ ഇടപെടാറില്ല. അപ്പോൾ അത് ഓരോരോ പാർട്ടികൾക്കും അവർക്ക് ഇഷ്ടമുള്ളവരായിട്ട് സഖ്യം ചെയ്യാം. സഖ്യം ചെയ്താൽ അതുകൊണ്ടുണ്ടാവുന്നതായ ദോഷങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ അവരാണ് അനുഭവിക്കേണ്ടത്. അപ്പോൾ വെൽഫെയർ പാർട്ടിനെ സംബന്ധിച്ച് സഖ്യം ചെയ്താൽ അതിന് ആ പാർട്ടിക്കുള്ള വല്ല ന്യൂനതകളും ജനങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട് ചിലപ്പോൾ സഖ്യത്തിനെ എതിർക്കുകയോ അല്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കുകയോ ചെയ്യണതായ വല്ലതും ഉണ്ടാവും. അതുണ്ടെങ്കിൽ അത് തരണം ചെയ്യാനുള്ള ഒരു പിന്നെ കഴിവുണ്ടായതുകൊണ്ടാണല്ലോ നമ്മൾ സഖ്യം ചെയ്യുമ്പോൾ ആ സഖ്യത്തിന്മേൽ പിന്നീട് വരുന്നതായ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് മറുപടി അറിയാൻ ഈ സഖ്യം ചെയ്തവർക്ക് കഴിയണം. അല്ലാതെ ഇപ്പോൾ നമ്മൾ സഖ്യത്തിന് ഇടപെടില്ലല്ലോ. ആ സഖ്യം അവരായിട്ട് ഇപ്പോൾ നമ്മൾ വെൽഫെയർ പാർട്ടി എന്നല്ല ഏതൊരു പാർട്ടിനായിട്ടും സഖ്യം ചെയ്യുമ്പോൾ നിങ്ങളെന്ത് ഈ പാർട്ടിനായിട്ട് സഖ്യം ചെയ്തു, ഈ പാർട്ടിക്ക് ഇന്ന തകരാറുകൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയാൻ ആർക്ക് കഴിയണം? ഈ സഖ്യത്തിന് നേതൃത്വം നൽകിയവർക്ക് കഴിയണം. അപ്പോൾ അത് കഴിയുന്നതുകൊണ്ടായിരിക്കും അവരെന്താവുന്നത് സഖ്യം ചെയ്യണത്. അപ്പോൾ അവരെ സഖ്യത്തിനെ സംബന്ധിച്ച് സമസ്തയുള്ള ജമിയത്തുലമക്ക് ഒരഭിപ്രായം അതിലൊരു പ്രത്യേകമായ ഒരു അഭിപ്രായമൊന്നുമില്ല. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഖ്യം ചെയ്യുന്നത് പോലെ തന്നെ അതുപോലൊരു സഖ്യത മാത്രമേ നമ്മൾ മനസ്സിലാക്കണുള്ളൂ. പക്ഷെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങളെ പോലും മുസ്ലിം ലീഗിൻ്റെ നയത്തെ പോലും ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ തീരുമാന പ്രകാരം ഉണ്ടായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഹാഗിയ സോഫിയ വിഷയത്തിൽ മുസ്ലിം ലീഗ് ബാബറി മസ്ജിദ് നിൽക്കവേ ഹാഗിയ സോഫിയ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാടിനോട് യോജിച്ച നിലപാടെടുക്കുന്നു എന്ന് വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള അടുപ്പം മുസ്ലിം ലീഗിനെ പോലും സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു ആശങ്ക ഇല്ലേ അങ്ങേക്ക്? അല്ല, അതിപ്പോൾ ആശങ്കയില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ചെയ്യൂലല്ലോ. അവർ പിന്നെ അതൊക്കെ ആലോചിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. ഇതിപ്പോൾ തിരഞ്ഞെടുപ്പുള്ള എന്തെങ്കിലും ജയിക്കണം വേണ്ടിയുള്ള എന്തെങ്കിലും നീക്കുപോക്കുകളായിരിക്കും. അവരെ നയത്തിനോടൊന്നും യോജിച്ചുകൊണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവരെ നയം എന്താന്ന് നമുക്കറിയില്ല. ആരെ വെൽഫെയർ പാർട്ടിൻ്റെ അവരെ ഒരു സമുദായ സംഘടന എന്നുള്ള നിലയിൽ സമസ്ത പക്ഷെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോട് എതിർപ്പാണ്. അത് തീർച്ചയായിട്ടും സമുദായ സംഘടന എന്നുള്ള നിലക്കല്ല, അതൊരു മതസംഘടന എന്നുള്ള നിലക്ക് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് എല്ലാം അതൊക്കെ ആ സംഘടനകളൊക്കെ ആയിട്ട് സമസ്ത കേരള ജമിയത്തുലമക്ക് അടിസ്ഥാനപരമായി ഒരുപാട് എതിർപ്പുകളുണ്ട്. അവർ പിന്നെ വിശ്വാസപരമായിട്ടും പിന്നെ അതുപോലെ തന്നെ കർമ്മപരമായിട്ടും ആചാരപരമായിട്ടൊക്കെ സമസ്ത കേരള വിഭാവനം ചെയ്യണ ഒരു ആശയ രീതിയല്ല അവർക്കുള്ളത്. അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ എപ്പോഴും സംവാദങ്ങളും പിന്നെ എതിർപ്പുകളും ഒക്കെ ഖണ്ഡനങ്ങളൊക്കെ നടക്കുന്നത്. ഒരു ഭാഗത്ത് മതരാഷ്ട്രം, മറ്റൊരു ഭാഗത്ത് ദൈവരാജ്യം, ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനല്ല. അത് സമസ്ത കേരള ജമിയത്തുലമക്ക് അതിനോട് യോജിക്കാൻ പറ്റൂല. എങ്ങനെയെന്ന് പറഞ്ഞു സംഘപരിവാർ മതരാഷ്ട്രം ഉണ്ടാക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നു, ഇപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി ദൈവരാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് രണ്ടിനോട് നമ്മൾ യോജിപ്പില്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും അങ്ങനത്തെ ഒരു സംവിധാനമല്ലല്ലോ ഇന്ത്യ രാജ്യത്തുള്ളത്. അല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ സാഹചര്യവും അങ്ങനെയല്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ഇത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ഒരു ദൈവരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മുസ്ലിം രാഷ്ട്രം എന്നല്ലേ, അത് ഇവിടെ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അതേപോലെ തന്നെ ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് ഇവിടെ പറ്റുന്നത് രണ്ടും പറ്റില്ല. അപ്പോൾ രണ്ടിനോടും സമസ്തയുള്ള ജമിയത്തിൽ നമുക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരു ദൈവരാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വെൽഫെയർ പാർട്ടി എന്ന കുപ്പായമിട്ട് വന്നാൽ
അത് അപകടകരമായ ഒരു പ്രവണതയായി അല്ല, അത് എപ്പോഴും അങ്ങനെ തന്നെ. അതിപ്പോ ഈ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുന്നവരും അങ്ങനെ വന്നാൽ രണ്ടും അപകടകരമായി. RSS BJP ഉണ്ടാക്കിയതുപോലെ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നു. ഇത് RSSന്റെ BJP എതിർക്കുന്നത് പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെയും എന്തുകൊണ്ട് സമസ്ത എതിർക്കുന്നില്ല എന്നല്ലേ? അല്ല, അങ്ങനെയല്ല. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇവര് പരസ്യമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഇത് ഈ വെൽഫെയർ പാർട്ടി ഇവിടെ ഒരു ദൈവരാഷ്ട്രം, ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അവരെ എതിർക്കും. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിനെ എതിർക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പോൾ ആ നയം ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അവരാദ്യത്തെ ഹുക്കൂമത്തെ ഇലാഹി എന്നൊക്കെ പറയണേ, അന്ന് അവർ ഈ പിന്നെ ഗവൺമെൻറ്റിൽ ഉദ്യോഗം വരെ ഉള്ളവർ രാജിവെച്ച ഒരു അവസ്ഥയൊക്കെ ഉണ്ടായതല്ലോ. അപ്പോൾ അതിനെ നമ്മൾ എതിർത്തവരാണ്. ഹുക്കൂമത്തെ ഇലാഹി അത് ഇവിടെ ഈ ഇന്ത്യ രാജ്യത്ത് അത് പറ്റണതല്ല. കാരണം ഇന്ത്യ രാജ്യം എന്നുള്ളത് പല മതക്കാരും ജീവിക്കണ ഒരു രാജ്യമാണ്. She wanna be just about how that be. She met with him by a chance, like you and me. G-Mart, 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 how we want you. Gopu Nandila G-Mart, all over Kerala. ഇടതുപക്ഷത്തിനോടാണോ കോൺഗ്രസിനാണോ മതേതര നിലപാടിൽ കേരളത്തിൽ സമസ്തയ്ക്ക് കൂടുതൽ അടുപ്പം? ഇപ്പോൾ ഉസ്താദ് തന്നെ സിറ്റിസൺസ് അമെൻമെന്റ് ആക്ട് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വേദി പങ്കിടുകയുണ്ടായി. അത് ഞാൻ രണ്ടു കൂട്ടരായിട്ടും വേദി പങ്കിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വേദി പങ്കിട്ടു മലപ്പുറത്ത്. അവർ വളരെ മാന്യമായ നിലക്ക് എന്നോട് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആവശ്യപ്പെട്ട ചില നിർദ്ദേശങ്ങളൊക്കെ അവരവിടെ സ്വീകരിച്ചു. എന്തൊക്കെയായിരുന്നു? അല്ല, അത് ഇപ്പോൾ പിന്നെ അത് എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നതായ ചില അവസ്ഥ, അതിൻ്റെതായ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ സാഹചര്യം അവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവർ ഉണ്ടാക്കി തന്നു. പിന്നെ വളരെ നമ്മളെ ആ സംഘടനയെ ബഹുമാനിച്ചുകൊണ്ടായിരിക്കും, ആ ബഹുമാനത്തോടു കൂടിയാണ് നമ്മളോട് അവിടുന്ന് പെരുമാറിയതൊക്കെ. അതിൻ്റെ മുമ്പ് നമ്മളോട് സമീപിച്ചതും ആ നിലക്ക് തന്നെയാണ്. ആ നിലക്ക് അതിൽ ഞാൻ പങ്കെടുത്തു. പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പൊതു വിഷയം എന്നുള്ള നിലക്ക്, അത് ആ പൊതു വിഷയം എന്നുള്ള നിലക്ക് ഏത് പാർട്ടി ഇവിടെ എന്ത് സംഘടിപ്പിച്ചാലും അപ്പോൾ അതിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ UDF അതേപോലെ കോഴിക്കോട് സംഘടിപ്പിച്ചു, അതിൽ ഞാൻ പങ്കെടുത്തു. അത് UDFൻ്റെ ഇതിൽ പങ്കെടുത്തുകൊണ്ട് അവരോടധികം ഈ വിഷയത്തിലൊരു താല്പര്യം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ പങ്കെടുത്തതുകൊണ്ട് ഇവരോട് അധികം താല്പര്യം ഉണ്ടായതുകൊണ്ടല്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ രണ്ട് മുന്നണിയോടും നമുക്ക് ഒരേ സ്വഭാവത്തിലാണ് അവരോടുള്ളതായ നമ്മളെ കാഴ്ചപ്പാട്. പിന്നെ അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ടിട്ട് അപ്പം അങ്ങനെയുള്ള ആദ്യം ഉണ്ടായതും അങ്ങനെയാണ്. ആദ്യം മുഖ്യമന്ത്രി എല്ലാവരെയും വിളിച്ചു, എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഒന്നിച്ച് എല്ലാവരും കൂടി പിന്നെ ഇടതുപക്ഷം വലതുപക്ഷം ഇല്ലാത്ത നിലക്കുള്ള ആദ്യം തിരുവനന്തപുരത്തൊക്കെ യോഗം കൂടിയതൊക്കെ. ഉസ്താദിന് കുറച്ചുകൂടി അടുപ്പം പിണറായി വിജയനോടാണെന്നുള്ള ഒരു അഭ്യൂഹമുണ്ട്, ഒരു കേൾവിയുണ്ട്. അല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് പിണറായി വിജയനോടും പിന്നെ രമേശ് ചെന്നിത്തലനോടും ഒക്കെ ഒരേ പിണറായി വിജയനുമായിട്ട് വ്യക്തിപരമായ അടുപ്പാണ്. വ്യക്തിപരമായ അടുപ്പന്നെ. ഇവർ രണ്ടാളായിട്ടും വ്യക്തിപരമായ അടുപ്പന്നുണ്ട്. സാധാരണഗതിയിൽ സമസ്തക്ക് മുസ്ലിം ലീഗിന്റെ സ്വാധീനമുണ്ട് എന്നും അതുകൊണ്ട് സമസ്ത അങ്ങനെ LDFുമായിട്ട് സഹകരിക്കാറില്ല, LDF സർക്കാർ വരുമ്പോൾ സമസ്തയുടെ ആവശ്യങ്ങൾ വേണ്ടത്ര ലഭിക്കാറില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ, ഒരു പാർട്ടിൻ്റെ മാത്രം ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആളല്ലല്ലോ. അത് പിണറായി വിജയൻ മനസ്സിലാക്കി. അപ്പോൾ എല്ലാവരും സമസ്തൻ്റെ പരിഗണിക്കണമായിരിക്കും തന്നെ മറ്റുള്ള ഇവിടെ എല്ലാ പാർട്ടീൻ്റെതും മൂപ്പര് പരിഗണിക്കലുണ്ടാവും. അതിപ്പോൾ നമുക്കറിയില്ല. നമ്മളെന്തൊക്കെ നല്ല നിലക്ക് പരിഗണിച്ചിട്ടുണ്ട്, വേണ്ടതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അവസാനത്തെ ഈ സംവരണ വിഷയത്തിലല്ലാത്തതിലൊക്കെ സമസ്ത അധ്യക്ഷൻ പിന്നെ അത്
പറഞ്ഞോളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ടിനോടൊരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളോട് പ്രത്യേക ഒരു അടുപ്പമൊന്നുമില്ല. എല്ലാവരോടും നല്ല സമീപനാണ് നമുക്കുള്ളത്, എല്ലാവരോടും ഒരേ അടുപ്പമുള്ളത്. ഇപ്പം രണ്ടാളും നമ്മളെ വിളിക്കലുണ്ട്. അങ്ങോട്ട് അധ്യക്ഷൻ CPM-ന്റെ മുഖ്യമന്ത്രിയോട് ഒരു അനുഭാവം കാണിക്കുമ്പോൾ മുസ്ലിം ലീഗിന് അസ്വസ്ഥത ഉണ്ടാകാറില്ലേ? അല്ല, അതൊന്നും ഉണ്ടാവില്ല. അവർ മുസ്ലിം ലീഗിനോട് നമുക്ക് നല്ലതല്ലേ. നമ്മൾ മുസ്ലിം ലീഗിൻ്റെ പിന്നെ സമസ്തയിലുള്ള ബഹുഭൂരിപക്ഷ ആളുകൾ മുസ്ലിം ലീഗരല്ലേ. അപ്പോൾ ആ നിലക്ക് അവർക്കൊരു അത് അവരെ ഇപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു പിന്നെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഇപ്പോൾ മുസ്ലിം ലീഗുകാർക്കും പിണറായി വിജയനോട് വലിയ അടുപ്പുണ്ടാവുമല്ലോ. അതിനിപ്പോൾ നമുക്ക് വല്ല വെറുപ്പുണ്ടോ? ഇല്ല. എന്നതുപോലെയാണ് ഈ മുന്നോക്കക്കാരിലെ പിന്നോക്ക സംവരണം സംബന്ധിച്ച് ഒരു സമുദായ സംവരണ സമുദായ മുന്നണി ഉണ്ടല്ലോ. ആ സംവരണ സമുദായ മുന്നണിയായിട്ട് ഇപ്പോൾ സമസ്ത യോജിച്ചു പോകുന്നുണ്ടോ? ഇല്ല. ഞങ്ങളെ വരെയിട്ട് അങ്ങനെയല്ല. അത് യോജിച്ചു പോകണില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സമസ്ത എന്നുള്ള നിലക്ക് ഉള്ളതായ സമസ്തയിലുള്ളതായ അതിന് സമസ്ത നിയോഗിച്ചതായ ഒരു സംരക്ഷണ സമിതി ഉണ്ട്. സമസ്തൻ്റെ മാത്രമുള്ള ഏത് സംവരണ സംരക്ഷണ സമിതി. അത് ഡോക്ടർ അബ്ദുൽ ഖാദർ പിന്നെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറിയാണ്. മൂപ്പര് ചെയർമാനായി കൊണ്ടുള്ള മുസ്തഫ മാസ്റ്റർ കൺവീനറായി കൊണ്ടുള്ളൊരു. അപ്പോൾ അവരോട് അതിൽ നിങ്ങൾ പങ്കെടുത്തോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. സമസ്ത സ്വന്തമായ നിലക്ക് ചെയ്താണ് ഇന്നലെ ഇപ്പോൾ ഒപ്പ് ശേഖരണം എന്ന് പറഞ്ഞത്. പിന്നെ ഈ വിഷയത്തെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുക. അപ്പോൾ ഈ കണക്കുകളൊക്കെ വെച്ചിട്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കൊക്കെ കിട്ടാനുള്ള പല ഈ സംവരണം അനുസരിച്ച് തന്നെ കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ ശതമാനം തന്നെ കിട്ടിയിട്ടില്ല. ബാക്ക്ലോഗിനെ കുറിച്ച് നരേന്ദ്ര കമ്മീഷനും പാലോളി കമ്മീഷനും ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കുറെ കൂടി പിന്നോട്ട് പോകുമെന്നുള്ള നിലപാടാണ്. പക്ഷെ എങ്കിൽ പോലും അത് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രത്യക്ഷ സമരത്തിൽ നിന്ന് സമസ്ത പിന്മാറാൻ എന്താണ്? അല്ല, അത് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്നെ അവകാശങ്ങളുണ്ടല്ലോ, അവരെ സംവരണത്തിന് ഒരു നിലക്കും അതിന് തകരാറ് പറ്റൂല, അതിലൊരു കുറവും വരൂല എന്നാണ് മൂപ്പര് പറയണത്. പിന്നെ അതല്ലാത്ത നിലക്ക് നിങ്ങളാരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാവുമെന്നാണ് മുഖ്യമന്ത്രി പറയണത്. പക്ഷേ കണക്കുകളൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല. എങ്ങനെയായിരുന്നാലും പിന്നോക്ക വിഭാഗത്തിന് ഇതുകൊണ്ട് നഷ്ടം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഒന്ന്. രണ്ടാമത് ഇതുവരെയുള്ളതിലുള്ള കുറവുകൾ നികത്താൻ വേണ്ടത് ചെയ്യാമെന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു അതിനൊരു നിവേദനമൊക്കെ നൽകിയാൽ അക്കാര്യത്തിൽ ഒരു തൃപ്തികരമായ ഒരു നിലപാടാണ് ഗവൺമെന്റ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണോ ആദ്യപടി സമരമല്ല എന്ന തീരുമാനം? അല്ല, പിന്നെ അത് സമരമല്ല എന്ന് പറഞ്ഞത് തീരുമാനം എങ്ങനെയെന്നുള്ളത് കൊണ്ടല്ല. അത് നിതേഷിനോട് പറയാനുള്ളത്, ഈ സമരം എന്നുള്ളത് ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കില്ല. അതിനെന്ത് പേര് കൊടുത്താലും ഞങ്ങളതിന് സമരം എന്ന് പറയില്ല. സമരം എന്ന് പറഞ്ഞിട്ട് കുറേ എവിടെയെങ്കിലും പോയി കുത്തിരിക്കുക, പിന്നെ ഒച്ചിവിളി ഉണ്ടാക്കുക, ഇങ്ങനത്തെ സമരം എന്നുള്ള നിലക്കുള്ള ആ പരിപാടിനോട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു നിലക്കും യോജിപ്പില്ല. അതാണ് നമ്മളിപ്പോൾ പിന്നെ വളരെ സമാധാനപരമായ നിലക്ക് ഒന്ന് ഈ വിഷയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് കുറേ ക്യാമ്പയിലൊക്കെ വെക്കുന്നുണ്ട്. രണ്ടാമതിപ്പോൾ മുഖ്യമന്ത്രിക്ക് നമ്മൾ പിന്നെ ഇന്നലെ കത്തെഴുതിയല്ലോ, ഒപ്പ് ശേഖരണം. ആ നിലക്ക് വളരെ സമാധാനപരമായ നിലക്ക് ഭരണകർത്താക്കളോട് ഈ വിവരം എത്തിക്കുക. അതാണ് അതിൻ്റെ ആദ്യ പടി എന്നുള്ളതിലേക്ക് മുഖ്യമന്ത്രിനെ കാണാൻ വിടുന്ന സമസ്ത സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു 3-4 ആളുകളെ നമ്മൾ പറഞ്ഞയച്ചു. സമസ്ത ഒരു വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്ക് സമസ്തയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ സമസ്തയെ പരിഗണിക്കുന്നില്ല എങ്കിൽ അത് ഉപയോഗിക്കുമെന്ന്. അല്ല, അത് ഉപയോഗിക്കേണ്ട ഒരു ഘട്ടത്തിലാണോ ഇപ്പോൾ കേരള ഗവൺമെന്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഇപ്പം അത്രമാത്രം ഒരു വലിയൊരു അത് ഉപയോഗിക്കേണ്ട ഒരു ഘട്ടത്തിലൊന്നും ആയിട്ടില്ലല്ലോ. ഇതൊക്കെ ഇപ്പം ചെറിയ വിഷയങ്ങളല്ലേ. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട ഘട്ടത്തിലല്ല ഇപ്പോൾ ഉള്ളത്. ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരും, തൊട്ടടുത്ത് തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഹിതമോണം പോകും. സമസ്തക്കാരില്ല, സമസ്തക്കാർ പഴയ നിലപാട് മാത്രമേ ഉള്ളൂ. കാരണം ആ സമസ്തൻ്റെ അനുയായികൾ അവരെ രാഷ്ട്രീയം അനുസരിച്ച് അവരതിൽ സ്വതന്ത്രരാണ്. ഇപ്പോൾ ഓരോ പിന്നെ വാർഡിലും സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കണം. നമ്മളതിൽ ഇടപെടലില്ലല്ലോ. നമ്മളടുത്ത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനും വരണില്ലല്ലോ. കാരണം നമ്മളതായിട്ട് ബന്ധമില്ല.
അല്ലെങ്കിൽ ഇന്ന വാർഡിൽ, അല്ലെങ്കിൽ ഇന്ന മുനിസിപ്പാലിറ്റിയിൽ, അല്ലെങ്കിൽ ഇന്ന കോർപ്പറേഷനിൽ ഇവിടെ തർക്കമുണ്ട്, പാർട്ടികൾ സ്ഥാനാർത്ഥിനെ ഒരു പാർട്ടിയിൽ നിന്നുള്ളതിനെ 2 ആളുകൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും മദ്യം പറഞ്ഞു തീർക്കാനോ ഇതൊന്നും സമസ്തൻ്റെ പണിയല്ല, സമസ്തൻ്റെ അജണ്ടയല്ല അത്. അപ്പോൾ അതിലൊന്നും ഇടപെടലില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ കാണുന്നത് പോലെ കേരളത്തിന് പുറത്തുള്ള നാടുകളിൽ നമ്മൾ കാണുന്നത് പോലെ ഈ സവർണ ഹിന്ദു ഇതരർക്കെതിരായിട്ടുള്ള ആക്രമണമുണ്ട്. അത് വെറും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമായിട്ട് കാണാം. താഴെയുള്ള എല്ലാ ജാതി വിഭാഗങ്ങൾക്കും എതിരെ വലിയ തോതിലുള്ള ആക്രമം നമ്മളെ കേരളത്തിലില്ല. കേരളത്തിൽ ഒരിക്കലില്ല. എന്തുകൊണ്ടാണ് അത് ഇല്ല എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഗുണം തന്നെ. രണ്ട് പിന്നെ ഇടതുപക്ഷമാണെങ്കിലും പിന്നെ വലതുപക്ഷമാണെങ്കിലും, അഥവാ UDF ആണെങ്കിലും LDF ആണെങ്കിലും, ഇവർ 2 കൂട്ടരും ഇവിടെ വർഗീയത ഉണ്ടാക്കാതെയുള്ള പ്രവർത്തിക്കണത്. പിന്നെ പാവപ്പെട്ടവരെ ഏതെങ്കിലും അപ്പോൾ വർഗീയത ഇല്ലാതെയും, പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ മുന്നോക്കം എന്നുള്ള ഒരവസ്ഥ ഇവിടെ ഉണ്ടെങ്കിലും ഈ പിന്നോക്കക്കാരി നമ്മൾ എന്താണില്ല മോശമായും കൊണ്ടിട്ട് അവരെ പഴയ കാലത്തുണ്ടായിരുന്നല്ലോ, തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഇപ്പോൾ വളരെയധികം ജനങ്ങൾ ഉത്ബുദ്ധരായില്ലേ. അപ്പോൾ വളരെ നന്ദി ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തതിന് ഇത്രയും സമയം. താങ്ക് യു. ഓക്കെ, നോ മാൻസ്. ക്ലോസ് എൻകൗണ്ടർ ഇൻ അസോസിയേഷൻ വിത്ത് ഇനി ഓരോ പെണ്ണും ഒരു രാജകുമാരി. Rajakumari, the complete shopping center. Trivandrum, Kollam. സാമൂഹിക അകലം പാലിക്കൂ, സ്നേഹം നിലനിർത്തൂ. യാത്രയ്ക്ക് ശേഷം വാഹനങ്ങൾ